ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ച് ഏറെക്കുറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ മഴയ്ക്ക് മുമ്പൊക്കെ ടയർ മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കാം. ഇടുമ്പോൾ കമ്പനി വന്ന മോഡൽ, അതായത് സാപ്പർ മോഡൽ മേടിച്ചിടാൻ നോക്കട്ടോ. ഏത് കമ്പനിയുടെ ആയാലും ഇടുന്നത് സാപ്പർ മോഡൽ, അതായത് കമ്പനി സപ്ലൈ ചെയ്യുന്ന മോഡലുണ്ട്. ഈ മോഡൽ ഇടണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ അത് റൊട്ടേഷനിലേക്ക് ഇടാണെങ്കിൽ കുറേ കൂടി ബെറ്റർ അതായിരിക്കും. പുതിയ ടയർ ഫ്രണ്ടിലിട്ടിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേപ്പാക്കി ആ ഡിസ്കേപ്പാടി തന്നെ അഴിച്ച് മാറ്റാവുന്നുള്ളൂ. കാരണം ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ടയർ സൈസ് കറക്റ്റാണ്. അങ്ങനെ ഇടണമായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഓടിക്കാൻ സ്മൂത്ത് ആയിരിക്കും വണ്ടി. പിന്നെ നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ തവണയും കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിടാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. അത് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. കാരണം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നുമില്ല. ക്ലച്ചിനകത്ത് നോക്കുമ്പോഴും ക്ലച്ചിൽ വേറെ പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബെൽറ്റ് നോക്കുമ്പോൾ ഓൾറെഡി കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. പൊട്ടൽ ചെറിയൊരു ക്രാക്കസ് തുടങ്ങിയിട്ടുണ്ട്. വലിയ പൊട്ടലെന്നൊന്നും പറയാനില്ല, പൊട്ടലല്ല, അത് ചെറിയൊരു ആരംഭമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കത് ഈ കണ്ടീഷനിൽ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു 10,000 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് ഓടിക്കാം, വേറെ പ്രശ്നങ്ങളില്ല. പിന്നെ നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. വേരിയേറ്റർ ബോഡി ആയാലും നോർമൽ നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഒരു തേമാനൊന്നും പറയാനില്ല. കാര്യമായിട്ടുള്ള വേറെ കംപ്ലയിൻറ്റുകളായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ബാക്കിൽ വന്ന ക്ലച്ച് ഷോ വെയിറ്റ് സെറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ്. അത് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ പിന്ന് ഒക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വന്ന ഒരു പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു വീലാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്യണത്. അതിൻ്റെ ഉള്ളിൽ വന്ന ഈ റോളറും പിന്നുകളും നമ്മളൊന്ന് മാറ്റിയിട്ട് ആ യൂണിറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മൂവിങ് വന്ന ഒരു യൂണിറ്റാണത്. അപ്പോൾ അത് കറക്റ്റ് നമുക്കൊരു 10,000 കിലോമീറ്ററിൽ തന്നെയും അതൊന്ന് കറക്റ്റ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തന്നെയും ഒന്ന് ഗ്രീസ് ചെയ്യേണ്ടതാണ്. കാരണം ക്ലച്ചിനകത്ത് നമുക്ക് ഡ്രൈ ടൈപ്പാണ്, വേറെ സെപ്പറേറ്റ് ലൂബ്രിക്കേഷനൊന്നുമില്ല. നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകണം. അതാണ് CVT ക്ലച്ചിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് കൂട്ടത്തിക്കടെ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു നനവ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മേജറായിട്ടുള്ള പ്രോബ്ലം അല്ല. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിംഗ് ആണ്, വേറെ പ്രശ്നമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോണ്ടല്ലോ, ഇപ്പോൾ ആക്സിലേറ്റർ പിടിച്ചു നമുക്ക് വിട്ടാലും കറക്റ്റായിട്ട് വർക്കിംഗ് അല്ല. അതായത് നമ്മളവിടെ ആക്സിലേറ്റർ തിരിച്ച് വിട്ടാലാണ് തിരിഞ്ഞു വന്നുള്ളൂ. കാരണം അത് കേബിളിൻ്റെ ടൈറ്റാണ്, കേബിൾ ടൈറ്റായി തുടങ്ങിയേക്കണതാണ്. കൈയോടെ മാറ്റി കളയണതായിരിക്കും സേഫ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. അതൊന്ന് അഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് പോയാൽ മതി. വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയാൽ മതി. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ആയാലും ഒക്കെയാണ്, വേറെ പ്രശ്നമില്ല. പിന്നെ നമുക്കിതും ഇരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി നമ്മൾ നടത്തി വിടുന്നുണ്ട്. ഇപ്പോൾ ഇതും ഇരിക്കുന്ന ബാറ്ററി 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ടും 4 ആംപിയറും എന്ന ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ടും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.74 വരെ വരുന്നുണ്ട്. അത് നമുക്ക് മാക്സിമം അവൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ, ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ ഓൾറെഡി ഡാമേജ് ആയിട്ട് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ വലിയ താമസമില്ലാതെ കൊണ്ട് ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് സെൽഫ് എടുക്കാത്തൊരു കംപ്ലയിൻറ്റ് വണ്ടി കാണിക്കും, അത് ബാറ്ററിയുടെ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ സമയത്ത് ബാറ്ററി മാറ്റി വെച്ച് ഇത് നമ്മൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. കാരണം അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആംപിയർ വേണം. അപ്പോൾ അത് ഓൾറെഡി ബാറ്ററിക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പിന്നെ ഹാൻഡിലിൻ്റെ ഈ കവറിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഇവിടുത്തെ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ കവർ പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിൽ വന്ന ഹാൻഡിലിൻ്റെയും ആ സ്ക്രൂ ചെയ്യുന്ന ഭാഗമൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വന്ന ഭാഗത്ത് അപ്പോൾ അതും നമ്മളൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അതും കൂട്ടത്തിൽക്കൂടെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്ലഗിൻ്റെ കേസ്, പ്ലഗ് നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമ്മൾ മാറ്റിയേക്കണേ. ഈ പ്ലഗിന് വലിയ പഴക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരുന്നത് 10,000 കിലോമീറ്ററിലാണ് കേട്ടോ. എന്തായാലും അതായിട്ടില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ കൂട്ടത്തിൽ എഞ്ചിൻ ഓയിൽ കൂടി മാറുന്നുണ്ട്. ഇത്തരം കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ ഒന്ന് നോക്കിയാലേ. ഓക്കെ.